സോ അത് എല്ലാവരും ഒന്ന് ഇത് ഒരു സ്പ്രേ ടൈപ്പ് ബോട്ടിലും. ഓ മൈ ഗോഡ്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുന്ന വോയിസിൽ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴി കരയുന്നതും കാക്ക കരയുന്നതും അങ്ങനത്തെ കുറച്ച് സൗണ്ട്സ് ഒക്കെ കേൾക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടായിരിക്കും. സോ അത് എല്ലാവരും ഒന്ന് അങ്ങനത്തെ സൗണ്ടുകളൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്ത് കളയുക. ഞാൻ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് പറയുന്നത്, കുറേ നാളായിട്ട് ട്രെൻഡിങ്ങിൽ പോയി ഇതുവരെ ട്രെൻഡിങ്ങിൽ നിന്ന് മാറാതെ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ്മേരിനെ കുറിച്ചിട്ടാണ് കേട്ടോ. റോസ്മേരി എന്താണെന്ന് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, റോസ്മേരി എന്താണെന്ന് അറിയാത്ത ആളുകൾ പൊതുവെ കുറവായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് റോസ്മേരി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹെർബാണ്. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനും നമ്മളുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉള്ള ഒരു അരോമാറ്റിക് ഹെർബാണ് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു റോസ്മേരി നമുക്ക് വീട്ടിൽ തന്നെ റോസ്മേരി ലീവ്സ് യൂസ് ചെയ്ത് അതിൻ്റെ വാട്ടർ ഉണ്ടാക്കാം, എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാം, ഇതൊക്കെ ചെയ്യാം. ഇത് കൂടാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്നും ഈസി ആയിട്ട് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങാനും കിട്ടും. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന റോസ്മേരി വാട്ടറും അതുപോലെ റോസ്മേരി എസൻഷ്യൽ ഓയിലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് റോസ്മേരി വാട്ടർ ആണോ വേണ്ടത്, റോസ്മേരി എസൻഷ്യൽ ഓയിലാണോ വേണ്ടതെന്നുള്ളത്. സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റോസ്മേരി വാട്ടറും എസൻഷ്യൽ ഓയിലും ആണ് ഇന്ന് ഞാനിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. എല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എല്ലാത്തിലും ഉള്ള ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോസ്മേരി എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഈ ഒരു സോൾഫ്ലവർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു എസൻഷ്യൽ ഓയിലാണ്. ആൻഡ് റോസ്മേരി വാട്ടർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ആൽപ്സ് ഗുഡ്നെസിന്റെ ഈ ഒരു റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്, ഇത് എൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ബോട്ടിലാണ്. അത്രത്തോളം ഞാൻ ഈ രണ്ട് പ്രൊഡക്ട്സിന് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ രണ്ടിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്ന് റിവ്യൂ അല്ല, ഒരു കമ്പാരിസൺ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു റോസ്മേരി വാട്ടറിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ചാനലിൽ ഇന്നേ വരെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റോസ്മേരി വാട്ടറിന്റെ വീഡിയോ ഇട്ടതിലായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എനിവേ, നമുക്ക് ഈ ഒരു റോസ്മേരി വാട്ടർ ആൻഡ് ഇതിന്റെ രണ്ടിന്റെ കമ്പാരിസണിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പാക്കേജിംഗ് ആണ്. പാക്കേജിംഗ് വൈസ് നോക്കാനാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലും ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ആൻഡ് ഇത് ഒരു സ്പ്രേ ടൈപ്പ് ബോട്ടിലും. ഓ മൈ ഗോഡ്, ഓണാർന്ന്. ഇത് ഒരു സ്പ്രേ ടൈപ്പ് ബോട്ടിലും ഇത് ഒരു ഡ്രോപ്പർ പോലത്തെ ബോട്ടിലാണ് വരുന്നത്. അതായത് ഇത് രണ്ടും വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അത് സ്പ്രേ ടൈപ്പിൽ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ. ഈ ഒരു എസൻഷ്യൽ ഓയിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളത് ഡ്രോപ്സ് വൈസ് ആണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഡ്രോപ്പറിന്റെ ബോട്ടിലിൽ വരുന്നതാണ് നമുക്ക് കംഫർട്ടബിൾ. സോ ഇതിന്റെ രണ്ടിന്റെ പാക്കേജിങ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോസ്മേരി വാട്ടറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ് ഈ ഒരു റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ഇതിന് എത്രയായിരുന്നു, കുറെ നാളായി വാങ്ങിച്ചിട്ട് അതിന്റെ ഒരു മറവിയാണേ. ഇതിന് 450 ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ റേറ്റ് വരുന്നത് 225 ആണ്. സോ ഇതിന്റെ രണ്ടിന്റെ റേറ്റിന്റെ കാര്യത്തിൽ ഈ ഒരു റോസ്മേരി വാട്ടറിനേക്കാളും ഒരു 2 ഇരട്ടി കൂടുതലാണ് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലിന്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ രണ്ടിന്റെയും ഒരു എന്താ പറയാ, ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് കോൺസെൻട്രേഷൻ ലെവൽ കുറവാണ്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് റേറ്റും കുറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കോൺസെൻട്രേഷൻ ലെവൽ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് കൂടിയിരിക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടിനും ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റോസ്മേരി വാട്ടറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം, ഡേ ടൈമിൽ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാം. ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കിടക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുളിക്കുന്നതിന് മുന്നേ ഒരു 15, 20, 30 നിങ്ങളുടെ ഒരു ഇതിപ്പോൾ കുറേ ആളുകൾക്ക് ഹെയറിൽ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുമ്പോൾ നീർക്കെട്ട്, ജലദോഷം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് വയ്ക്കുന്നതിൻ്റെ ടൈമിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ജലദോഷം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ഒക്കെ വച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം.
ഇനി അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ജലദോഷ കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് നിങ്ങളുടെ ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് ഹെയറിൽ എത്ര സമയം വയ്ക്കാൻ പറ്റും അത്ര സമയം വച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഇനി എസെൻഷ്യൽ ഓയിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും നമ്മളുടെ ഹെയറിൽ ഒരു കരിയർ ഓയിലിന്റെ കൂടെ ആഡ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഡയറക്റ്റ് ഒരിക്കലും നിങ്ങൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു കരിയർ ഓയിൽ, അത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ ഇതുപോലത്തെ ഏത് വേണമെങ്കിലും നിങ്ങൾ നോർമലായിട്ട് ഹെയറിൽ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അതിന്റെ കൂടെ ഇതിന്റെ 2 to 3 ഡ്രോപ്സ് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വേണം നിങ്ങൾ ഹെയറിലും സ്കാൽപ്പിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാറില്ല. ഞാൻ സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ഒരു റോസ്മെരി ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു സ്പ്രേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഹെയറിലോ സ്കാൽപ്പിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന എമൗണ്ട് ഓയിലിലേക്ക് മാത്രം ഒരു 2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ സ്കാൽപ്പ് മൊത്തം അപ്ലൈ ചെയ്യും. ഹെയറിലേക്ക് നോർമലായിട്ട് ഇപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. ഞാൻ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഇതിന്ന് 2 ഡ്രോപ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓയിലിംഗ് ചെയ്യാറുള്ളത്. നമ്മൾ വീക്ക്ലി ട്വൈസ് ഓയിൽ ചെയ്യുന്ന ടൈമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വീക്ക്ലി ട്വൈസ് ആണ് ഞാൻ ഹെയർ ഓയിൽ ചെയ്യാറുള്ളത്. സോ ആ ടൈമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ വീക്ക്ലി ട്വൈസ് വേണം നമ്മൾ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ ഹെയറിൽ യൂസ് ആക്കാൻ. അതുപോലെ തന്നെ ഞാൻ വീക്ക്ലി ട്വൈസ് തന്നെയാണ് ഈ ഒരു റോസ്മെരിയുടെ വാട്ടറും യൂസ് ചെയ്യുന്നത്. സോ ടൈം വൈസ് നോക്കുമ്പോൾ രണ്ടും സെയിം ആയിട്ട് നമ്മൾ ഓവറായിട്ട് നമ്മളുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ നമ്മൾ സെയിം ആയിട്ട് ഒരു വീക്ക്ലി ട്വൈസ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഓവറായിട്ട് യൂസ് ചെയ്താൽ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്തത് ഒരു വീക്കിലി 2 പ്രാവശ്യം മാത്രം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് മെയിൻ ആയിട്ട് നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് മെയിൻ ആയിട്ട് ബേസിക്കലി നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ നമ്മൾ കുളിക്കാൻ വെക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബക്കറ്റിൽ എടുത്തു വെക്കുന്ന വെള്ളത്തിലേക്ക് ഇതിൽ നിന്ന് ഒരു 2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. കാരണം ഇതിന്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ഈ ഒരു റോസ്മേരിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ മൈൻഡ് റിലാക്സ് ആവാൻ, ടെൻഷന്, സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യലുണ്ട്. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്ത് നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു മൈൻഡൊക്കെ ഇങ്ങനെ കാമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്മെല്ലാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിലിനുള്ളത്. പക്ഷെ ഈ ഒരു റോസ്മെരി വാട്ടർ നമുക്ക് ഹെയറിൽ സ്പ്രേ ചെയ്യാന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി റോസ്മെരി വാട്ടറിന്റെയും ഓയിലിന്റെയും ഷെൽഫ് ലൈഫ് നോക്കാനാണെങ്കിൽ റോസ്മെരി വാട്ടറിനുള്ള ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അത് ഇതുപോലത്തെ നമ്മൾ ഇതുപോലെ വാങ്ങുന്നതിന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മെരി വാട്ടറിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 1 വീക്കാണ്. സോ അതിനുശേഷം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ ഒരു എസെൻഷ്യൽ ഓയിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. സോ കമ്പാരിറ്റീവ്ലി ഷെൽഫ് ലൈഫ് കൂടുതൽ എസെൻഷ്യൽ ഓയിലിനാണ്. ഇനി ക്വാണ്ടിറ്റി വൈസ് നോക്കാനാണെങ്കിലും റോസ്മെരി വാട്ടറിന്റെ ക്വാണ്ടിറ്റി നിന്ന് വളരെ കുറവാണ് എസെൻഷ്യൽ ഓയിൽ. എങ്കിൽ പോലും ഇത് രണ്ടും അത്യാവശ്യം എന്താ പറയാ സെയിം ടൈം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ സ്കാൽപ്പ് മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 8 to 9 പംപ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ സ്കാൽപ്പ് മൊത്തത്തിൽ കവർ ചെയ്യാൻ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ വെറും 2 ഡ്രോപ്സ് 3 ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. സോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഇതിനുണ്ട്. ഇത് 2 ഡ്രോപ്സ് യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് നമ്മൾ ഇത് 8 to 9 പംപ്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ അതനുസരിച്ചിട്ടാണ് ഇതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ ഉള്ളത്. ഓക്കെ, റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അത് ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ റോസ്മേരി ലീവ്സ് സ്റ്റീം ചെയ്ത് അത് സ്റ്റീമിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അതായത് ഒരുപാട് വെള്ളത്തിലേക്ക് നമ്മൾ റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് അത് ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. സോ രണ്ടിലും കോൺസെൻട്രേഷൻ ലെവലിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് തമ്മിലും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു ഡിഫറൻസ്, ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമുക്ക് ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, നമുക്ക് ഏത് ടൈം വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ താല്പര്യം, ഇഷ്ടക്കൂടുതലൊക്കെ ഈ ഒരു എസെൻഷ്യൽ ഓയിലാണ്. കാരണം എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടെ എന്റെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല.
പക്ഷെ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക താല്പര്യം കൂടുതൽ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാനാണ്. ഓയിൽ ചെയ്യുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് കൂടുതലായിട്ട്, കാരണം ഇതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഓയിലിംഗ് ടൈമിലായിരിക്കും. നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇതിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഹെയറിലേക്ക് കിട്ടുന്നത് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് റോസ്മേരി വാട്ടറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇതും എനിക്ക് വർക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് എസെൻഷ്യൽ ഓയിലിനെ പോലെ വർക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, രണ്ടും എനിക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റോസ്മേരിയുടെ വാട്ടർ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ ബേബി ഹെയർസും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബേബി ഹെയർസ് ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ള ഹെയറിന്റെ ലെങ്ത്തും കൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായി. ഇപ്പൊ രണ്ടും നല്ലതാണ് എങ്കിൽ പോലും ഒരു പടിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ഓയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇപ്പൊ എന്താ പറയാ ഓയിലിംഗ് ഒക്കെ ഇപ്പൊ ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹാഫ് അവർ എങ്കിലും നമ്മളുടെ ഹെയറിൽ അത് വച്ചാലാണ് നമുക്ക് അതിന്റെ എന്താ പറയാ മൊത്തത്തിലുള്ള ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഓയിൽ ചെയ്ത് ഒരുപാട് നേരം വയ്ക്കാൻ പറ്റില്ലായിരിക്കും. ഈ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഓയിൽ ചെയ്തിട്ട് ഒരുപാട് നേരം വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവും. എൻ്റെ പേഴ്സണലി ഒരു ഓയിലി സ്കിന്നാണ്. ആൻഡ് ഓയിൽ ചെയ്ത് വയ്ക്കുന്ന ടൈമിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ റോസ്മേരിയുടെ വാട്ടർ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓയിൽ ചെയ്ത് വെക്കുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഓയിൽ ഒരുപാട് നേരം ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീർക്കെട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലത്തെ വാട്ടറിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ടൈം അതുപോലത്തെ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെന്ന് തീരുമാനിക്കാം കേട്ടോ. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു റോസ്മേരി ഓയിൽ ആൻഡ് വാട്ടറിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ കുറച്ചെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഈ വാല്യുബിൾ ആയിട്ടുള്ള ടൈം എൻ്റെ ഈ ഒരു വീഡിയോക്ക് വേണ്ടി എന്താ പറയാ തന്നതിന് ഒരുപാട് നന്ദി. അത് ശരിക്കും അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ അതിന്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.